വർഷങ്ങളോളം കോഴിക്കോട്ടെ കലാസാംസ്കാരിക ചടങ്ങുകൾക്ക് വേദിയൊരുക്കിയ മുതലക്കുളം മൈതാനം സ്റ്റേജാണ് ഇന്ന് അവഗണനയാൽ ശോച്യാവസ്ഥയിലായിരിക്കുന്നത്. മൊറാർജി ദേശായി, EMS നമ്പൂതിരിപ്പാട്, ജയപ്രകാശ് നാരായണൻ, PV സിംഗ് തുടങ്ങി കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് വേദിയായ മൈതാനം സ്റ്റേജ് നാമാവശേഷമാവാൻ തുടങ്ങിയിട്ടും അധികൃതർ രംഗത്തെത്തിയിട്ടില്ല. 1984 A. ശങ്കരൻ മേയറായ കാലത്താണ് സ്റ്റേജ് പുതുക്കി പണിതത്. പിന്നീട് വർഷങ്ങൾ പിന്നിട്ട സ്റ്റേജിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ചുവരും മേൽക്കൂരയും പൊളിഞ്ഞ് വേദിയോട് ചേർന്ന ഡ്രസ്സിംഗ് റൂമും ബാത്റൂമും വൃത്തിഹീനമായി. വേദിക്ക് 3 വശമുള്ള ഷെൽട്ടറുകൾ അടയ്ക്കാത്തതിനാൽ രാത്രി ഇവിടങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണെന്നും നാട്ടുകാർ പറയുന്നു. വേദി ഉപയോഗിക്കുന്നതിന് 50 രൂപയാണ് കോർപ്പറേഷൻ വാടക ഇനത്തിൽ വാങ്ങുന്നത്. വൈദ്യുതി ഉപയോഗത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ വേദിയുണ്ടാക്കി 15 വർഷത്തിനകം വൈദ്യുതി വിച്ഛേദിച്ചിട്ടുമുണ്ട്. നഗരത്തിലെ വിവിധ സാംസ്കാരിക ചടങ്ങുകൾ ഇതോടെ വേദിക്ക് പുറത്താണ് നടത്തുന്നത്. ശില്പനഗരം പദ്ധതിയും മറ്റു പുതിയ പദ്ധതികൾക്കുമായി കോടികൾ ചിലവഴിക്കുമ്പോഴും ചരിത്രത്തിലിടം നേടിയ മുതലക്കുളം മൈതാനം സ്റ്റേജിന്റെ നവീകരണത്തിനായി ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല. കോർപ്പറേഷന്റെ വിവിധ പൈതൃക പദ്ധതികളുടെ കൂട്ടത്തിൽപ്പെടുത്തി മുതലക്കുളത്തെ സ്റ്റേജും നവീകരിക്കുമെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ ഇത് പ്രാവർത്തികമാവുന്നത് എപ്പോഴെന്ന് കണ്ടറിയണം. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം രേഷ്മ സുരേന്ദ്രൻ, ടൈം ന്യൂസ്.